ദിലീപിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല എന്നും മറിച്ച് ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു കൃത്യമായ കാരണമെന്നും പറയുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള കാരണം ഒരു പക്ഷേ അദ്ദേഹം വെപ്രാളത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധക്ഷയം വന്നപ്പോൾ തറയിൽ തലയിടിച്ചതുമാകാമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവസാനമായി വിളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഭാര്യയാണെന്ന് പറയുന്നു. ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ആരെങ്കിലും വിളിക്കുമെന്ന ഒരു ഓർമ്മയിൽ തന്നെ ആയിരിക്കണം അദ്ദേഹം ഭാര്യയെ വിളിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും അദ്ദേഹം അന്തരിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോൺ എടുക്കാൻ മാത്രം ഒരു ശക്തിയോ ബോധമോ അവിടെ ഉണ്ടായിരുന്നില്ല. അതപ്പോഴേക്കും നഷ്ടമായിരുന്നു. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. മറ്റ് സ്വാഭാവിക അല്ലെങ്കിൽ അസ്വാഭാവിക കാര്യങ്ങളൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വളരെ അസ്വസ്ഥനായിട്ടാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വന്നത്. ഭാര്യയും മക്കളെയോ അല്ലെങ്കിൽ ഫോൺ പോലും നോക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യമുണ്ടായിരുന്നില്ല. ആ ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പോലും വന്നത്. അത്ര തളർന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്രയും അധികം അനുഭവിക്കേണ്ടി വന്നത്. ആരോരും അറിയാതെ ഒരുപാട് വേദനയാണ് അദ്ദേഹം കഴിച്ചത്. അത്രമാത്രം വേദനയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് പറയാം. ഒരു വെപ്രാളം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഭാര്യയെ വിളിക്കാമെന്ന് കരുതിയാണ് അദ്ദേഹം ഫോൺ എടുത്തത്. ഭാര്യയെ ഡയൽ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് നല്ല വേദന വന്നിട്ടുണ്ടാകാം. അത് സഹിക്കാതെ ആയിരിക്കാം അദ്ദേഹം ഫോണ് നിലത്തിട്ടത്. ഫോണും മറ്റ് സാധനങ്ങളൊക്കെ തന്നെയും സ്വാഭാവികമായി വീഴുന്ന രീതിയിലായിരുന്നു. ഒരു അസ്വാഭാവികയും നിറഞ്ഞിട്ടില്ല. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും മുറിയിലേക്ക് ആരും കടന്നുപോയിട്ടില്ല. അതുപോലെ 2 ദിവസത്തിലേറെയായി ആ മുറിയിൽ നിന്നാരും പുറത്തു വന്നിട്ടുമില്ല. മദ്യപിക്കാനുള്ള 2 ബോട്ടിലുകളും അതുപോലെ തന്നെ കരൾ രോഗത്തിന്റെ മരുന്നും അവിടെ കൃത്യമായി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയും കൃത്യമായ അളവിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. 2 ദിവസത്തിലേറെയായി ആ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും വലിയ ദുർഗന്ധം ആ ഹോട്ടൽ മുറിയിലാകെ വന്നതെന്ന് പറയണം. അല്ലാതെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു അസ്വാഭാവികതയും ഇല്ല എന്നാണ് ആദ്യ നിഗമനത്തിൽ തന്നെ പുറത്തു വരുന്നത്. ആത്മഹത്യയാണോ എന്നായിരുന്നു ആദ്യ സംശയം. ആത്മഹത്യയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണമായിരുന്നു. എന്നാൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെത് ആത്മഹത്യയല്ല, മറിച്ച് രക്തസ്രാവമാണ്. ഉള്ളിലുണ്ടായ ആന്തരിക അവയവങ്ങളിലുണ്ടായ രക്തസ്രാവം, ഇന്റേണൽ ബ്ലീഡിംഗ്. ഒരുപക്ഷെ എവിടെയെങ്കിലും വീണതോ തലയിടിച്ചതോ ആയിരിക്കാം, അല്ലെങ്കിൽ കരൾ രോഗം തന്നെ ആയിരിക്കാം. ശരീരം ഏറെ നേരം കഴിഞ്ഞാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് കെമിക്കൽ പരിശോധന കുറച്ചുകൂടി താമസിക്കും. ആ പരിശോധനയുടെ റിസൾട്ട് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. അങ്ങനെ പുറത്തു വരാനാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ മരണ കാരണം അറിയണം. അദ്ദേഹത്തിന് കരൾ സംബന്ധമായ രോഗം ഉണ്ടായിരുന്നതായി തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ബ്ലീഡിങ്ങും ഉണ്ടാകാം. പക്ഷെ അത് തന്നെയാണോ കാരണം എന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അറിയേണ്ട ഒരു കാര്യവും അത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന വാർത്ത തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണവാർത്ത. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.